CPM-കാർ പശുവിനെ ഗോമാതാവായെന്നും കാണണ്ട. പശുവിനെ വളർത്തുന്നവൻ സ്വാഭാവികമായും കർഷകൻ തന്നെയാണ്. എങ്കിൽ CPM-ൽ ഒരു സാധാ അംഗമാക്കാം. വർഗ തൊഴിലാളിയാണല്ലോ. എന്നാൽ ആ കർഷകൻ തൻ്റെ ഉപജീവന മാർഗമായി ചാരായവും മാറ്റിയാലോ? എന്നാൽ പിന്നെ നിർബന്ധമായും അയാളെ പിടിച്ച് പാർട്ടിയുടെ ഏരിയ അല്ലെങ്കിൽ മേഖലാ കമ്മിറ്റി സെക്രട്ടറി ആക്കണം, അല്ലെങ്കിൽ അതുക്കും മുകളിലൊരു പദവിയിലിരുത്തണം. അതാണ് CPM, അതാണ് DYFI. അവർ അതും ചെയ്യും, അതുക്ക് മേലെയും ചെയ്യും. പാലക്കാട് ഒരു കാലത്ത് ചാരായം പറ്റിയ കേസിലെ പ്രധാന പ്രതിയെ DYFI ഇതാ ഇപ്പോൾ പിടിച്ചങ്ങ് മേഖലാ സെക്രട്ടറിയാക്കി. ഫാം ഹൗസിൽ ചാരായം പറ്റിയ കേസിൽ പ്രതിയായ ഉണ്ണിലാലിനെ നെന്മാറ മേഖലാ സെക്രട്ടറിയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തത്. ആദ്യം വാർത്തയായത് ചാരായം പറ്റിയ CPM പ്രവർത്തകൻ പിടിയിലായതാണ്. രണ്ടാമത് വാർത്തയായത് ഇതേ സഖാവിനെ DYFI തങ്ങളുടെ നെന്മാറ മേഖലാ സെക്രട്ടറിയാക്കിയതാണ്. ഈ സംഭവം കൂടുതൽ വിവാദമായതോടെ നാണം കെട്ടുപോയ DYFI പാലക്കാട് കമ്മിറ്റി ഇടപെട്ടു. ആ സെക്രട്ടറി സ്ഥാനം തിരികെ വാങ്ങി. അന്ന് 2021 ജൂണിലായിരുന്നു ഉണ്ണിലാലിൻ്റെ നെന്മാറയിലെ ഫാം ഹൗസിൽ നിന്നും ചാരായവും വാഷും പിടികൂടിയത്. ഉണ്ണിലാലിനെതിരെ എക്സൈസ് കേസും എടുത്തു. പശു വളർത്തലിൻ്റെ മറവിൽ പതിവായി ഇയാൾ ഇവിടെ വാറ്റുന്നുണ്ടെന്ന് തെളിവ് സഹിതം എക്സൈസ് കണ്ടെത്തിയിരുന്നു. പരിശോധനയ്ക്ക് എക്സൈസ് സംഘം എത്തിയപ്പോൾ ഉണ്ണിലാൽ ഓടിക്കളഞ്ഞു. സംഭവത്തിന് പിന്നാലെ അന്ന് DYFI നെന്മറ മേഖലാ സെക്രട്ടറി എന്ന ഉണ്ണിലാലിനെ തൽസ്ഥാനത്ത് നീക്കി. ദീർഘകാലം ഒളിവിൽ പോയ ഉണ്ണിലാൽ മുൻകൂർ ജാമ്യം നേടി നാട്ടിൽ തിരിച്ചെത്തിയതോടെ പിന്നെയും പിടിച്ച് DYFIയുടെ മേഖലാ സെക്രട്ടറിയാക്കി. ഫ്ലക്സ് ബോർഡുകളടക്കം ഉയർത്തി ആഘോഷിച്ചു. വിഷയം മാധ്യമങ്ങളിലെടുത്ത് ചർച്ചയായതോടെയാണ് ഇത് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഇടപെടേണ്ടി വന്നത്. ഉണ്ണിലാലിനെ വീണ്ടും തിരഞ്ഞെടുത്ത ആ സാഹചര്യം, അത് ഏത് സാഹചര്യമെന്ന് പരിശോധിക്കുമെന്നും ഉടൻ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഖ്യാപനം. മറ്റൊരു തമാശ കൂടിയുണ്ട്. ഉണ്ണിലാൽ ഇതുവരെ പ്രതിയെന്ന് കോടതി വിധിച്ചിട്ടില്ലല്ലോ എന്നാണ് DYFI പ്രാദേശിക വിഭാഗത്തിൻ്റെ ആ കടുത്ത ന്യായീകരണം. എന്തൊരു ന്യായീകരണമല്ലേ! രണ്ടാം പിണറായി സർക്കാരിന് ഭരണം കിട്ടിയ ആദ്യ വർഷമാണതെന്ന് ഓർക്കണം. അപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തും ചെയ്യാമെന്ന അണികളുടെ ധൈര്യത്തിന് തുടക്കം ഇവിടെയൊക്കെ നിന്നുമാണെന്ന് കൂടി ജനം ഓർക്കണം. ആ അഹങ്കാരം ഇപ്പോഴും തുടരുകയാണ്, അൺലിമിറ്റഡായിട്ട്.